പുതുക്കാട് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ അസ്ഥികൾ അത് കുട്ടികളുടേത് തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. ആദ്യ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചു എന്നാണ് അമ്മയുടെ മൊഴിയെന്ന് തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ പറഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണം കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് സംശയം കൂടുതൽ ബലപ്പെടുന്ന നിലയിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത്. മദ്യലഹരിയിലാണ് യുവാവ് അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ ഇനിയും ഉണ്ടാകും, കൂടുതൽ വിവരശേഖരണം ഇനിയും ഉണ്ടാകും എന്നാണ് റൂറൽ SP വ്യക്തമാക്കുന്ന പ്രതികരണം. അവൻ ബോധപൂർവമാണ് അവളെ കൊണ്ടത് കൊണ്ടുവരിച്ചത്. കാരണം ഇവർ തമ്മിൽ ആദ്യം അടുപ്പമുണ്ടായിരുന്നു, ഗർഭിണിയായി, രണ്ടാമത് വീണ്ടും ഗർഭിണിയായി, രണ്ടാമത്തെ കുട്ടി മരണപ്പെടുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ടായി. ഇവൾ വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നൊരു സംശയം വന്നു, ഇവൾ അകന്നു പോകുന്നൊരു സംശയം അവനുണ്ടായി, ഇവൾ വേറെ പ്രപ്പോസൽ നോക്കുന്നൊരു സംശയം വന്നു. അവനെ കൊണ്ട് ശല്യം വന്നപ്പോൾ സ്വയം അകന്നതാണെന്ന് അവൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അവൾ സമ്മതിക്കുന്നു. ഈ അസ്ഥികളുണ്ടെങ്കിൽ ഇവൾ നാളെ ഒഴിഞ്ഞ് മാറുകയാണെങ്കിൽ, ഇവളുടെ ആങ്ങള നാളെ പറ്റത്തില്ലെന്ന് പറയുവാണെങ്കിൽ, രണ്ട് പ്രസവിച്ചു, എൻ്റെ കുട്ടിയാണ്, തെളിയിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കാണിക്കാം. അതിനുവേണ്ടി ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനത് ഇവൻ്റെ വീട്ടിൽ തന്നെ സേഫായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ഇവർ തമ്മിൽ വൈകുന്നേരം വീണ്ടും തർക്കമുണ്ടായി. അവൾ അവനോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ കിട്ടിയത് വരും. ഞാൻ പോലീസിനെ അറിയിക്കും, നീ അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ എന്നെ നീ തേച്ചതിന് ശേഷം നീ അങ്ങനെ ജീവിക്കേണ്ട എന്ന് അവൻ ഇന്നലെ വൈകുന്നേരം 11:30 പറഞ്ഞു. അവൾ പറഞ്ഞതിന് ശേഷം അവൾ ഇവൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ രാത്രി ആരെയും ഫോണിൽ കിട്ടിയില്ല. ഗൂഗിൾ VS ആണ് വിവരങ്ങളുമായിട്ടുള്ളത്. ഗൂഗിൾ ഇപ്പോൾ SP യുടെ വാക്കുകൾ കേട്ടു. നേരത്തെ ഈ അസ്ഥി അത് കുട്ടികളുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കടക്കുന്നുണ്ടോ? ഈ രണ്ടു പേർക്കും അല്ലാതെ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ മരണത്തെക്കുറിച്ച് ആർക്കൊക്കെ അറിയാമായിരുന്നു? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? നിലവിലിപ്പോൾ 2 പേർ മാത്രമാണ് പ്രതിപ്പട്ടികയിലുള്ളത്. അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന അനീഷയുടെ വീട്ടിലാണ്. ഈ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി പോലീസ് സംഘം പുതുക്കാട് നിന്ന് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ അനീഷയുടെ അമ്മ മാത്രമേ ഉള്ളവർ പുറത്തേക്ക് വരാതെ വാതിലടച്ചുള്ളിൽ തന്നെയാണ് ഉള്ളത്. ഏതാനും ചില പ്രദേശവാസികൾ കൂടിയുണ്ട്. നിങ്ങൾക്ക് ഇവരായിട്ടൊക്കെ അടുപ്പുണ്ടായിരുന്നു? ഞങ്ങൾക്ക് വലിയ അടുപ്പൊന്നുമില്ല, പക്ഷേ എൻ്റെ നിലവിളിയുണ്ട്, നല്ല അടുപ്പൊന്നുമില്ല. അടുത്ത് തന്നെയാണ് വീട്? അടുത്ത് പഞ്ചുവണ്ടികളില്ലേ, അതാണ് വീട്. പക്ഷേ ആയിട്ട് അങ്ങനെ അടുപ്പില്ലാത്ത? അടുപ്പൊന്നുമില്ല. ഇവരെ ഇങ്ങനെ സംഭവം എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ 1 മണി കഴിഞ്ഞത് അറിഞ്ഞപ്പോൾ. നമുക്ക് 2 പശുണ്ട്, അപ്പോൾ അതിന് പുല്ലേരിയാൻ പോകും, പിന്നെ കപ്പലിൽ കൊണ്ടുപോകും. നമുക്ക് അതിനുള്ള നേരമൊന്നുമില്ല. ഈ അനീഷയെ കുറിച്ച് വേറെ എന്തെങ്കിലും പരാതികളൊക്കെ? പരാതിയൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇവർ ഈ തൊട്ടയൽവക്കവുമായിട്ട് പോലും വലിയ സൗഹാർദ്ദമില്ലാത്ത ഒരു സ്ഥിതിയിലായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ, തൊട്ടടുത്താണോ? 2 വീട് അപ്പുറം. ഇവര് അനീഷ നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും സൗഹൃദമോ ബന്ധമൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെ ബന്ധമൊന്നുമില്ല. ഇതിനു മുൻപ് ഈ ഒരു അനീഷ ഗർഭിണിയാണ്, അങ്ങനെ ഒരു സംശയം ഉണ്ടാവുകയും ഒരു പ്രശ്നമൊക്കെ ഇവിടെ നാട്ടിലുണ്ടായോ? അറിയില്ല, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് സംബന്ധിച്ചൊരു വിവരങ്ങളൊന്നും ഇവരായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല? ഇല്ല. നിങ്ങൾക്ക് ആർക്കും അടുപ്പമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നാട്ടുകാരായിട്ട് സഹകരണം ഇല്ല പൊതുവെ? ഇവരായിട്ടില്ല. നിങ്ങൾ അല്ല, ഇവർ നാട്ടുകാരായിട്ട് ആരുമായിട്ട് സഹകരണമൊന്നുമില്ല? ഇല്ല. അങ്ങനെ ഇത് ഇപ്പോൾ ഇവർ പോലീസ് പറയുന്ന ഒരു സാധനം നാട്ടുകാർ ചിലർ ഈ കുഴിച്ചിടുന്ന കണ്ടെന്നുള്ളതാണ്. അത് അങ്ങനെ ആരെങ്കിലും കണ്ടത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇന്ന് കണ്ട ആൾക്കാരുണ്ടെന്നുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല, നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു ഒരു പരാതിയൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു, വന്നിരുന്നു. മുന്നൊക്കെ അങ്ങനെ ഒരു സംസാര വിഷയം ഉണ്ടായിരുന്നു. 21 അത് ഇപ്പം എന്താണെന്ന് നമുക്കറിയില്ല. 2021 ഉണ്ടായത്? അന്ന് എന്താണ് പറഞ്ഞു കേട്ടിരുന്നത്? അതല്ല, ആ ചേച്ചി പറഞ്ഞ ഒരു ഗർഭിണിയാണ്, പെണ്ണ് ഗർഭിണിയാണെന്നാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അവർ കുഴിച്ചത് കണ്ടു. അത് നമ്മൾ എത്ര ഇല്ല, നമ്മുടെ വീട് അപ്പുറത്താണെങ്കിലും നമ്മൾ ഇവരായിട്ടൊരു ഇതില്ല. അന്ന് എന്നിട്ട് അത് പോലീസ് കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ പരാതി ഉണ്ടായിരുന്നു? ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ ചേച്ചിനെ വലിയ വളരെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു. ഈ പറഞ്ഞ കേസ് ചേച്ചിയെ? ആ ചേച്ചിയുടെ വീട് എവിടെയുള്ളത്? ഇതിന്റെ പ്രതാകാണ് വീട്. അവിടെയുള്ളതാണ് ചേച്ചി. അപ്പൊ അങ്ങനെ പരാതി കൊടുത്തിരുന്നു അല്ലേ? ആ ചേച്ചി എവിടെയുണ്ടല്ലോ ചോദിച്ചോക്കിയാണ് വീട്. ഈ ഇത്തരത്തിലൊരു പരാതി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ വെള്ളിക്കുളങ്ങര പോലീസ് ഇവിടെ എത്തുകയും ആ ചേച്ചിക്കെതിരെ അനീഷ് ഇവിടെ സമീപവാസിയായ ഒരു സ്ത്രീക്കെതിരെ പരാതി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ആ സ്ത്രീയെ അല്പസമയത്തിനുള്ളിൽ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും അത്തരത്തിൽ പല സംഭവങ്ങളും ഉണ്ടായി. 2021 ഇത്തരത്തിൽ ഈ ഒരു സംശയം വരികയും ഇത്തരത്തിൽ പരാതി നാട്ടിൽ സംസാര വിഷയമാവുകയൊക്കെ ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പിന്നീട് ഇന്ന് രാവിലെ ഈ സംഭവങ്ങളൊക്കെ തന്നെ പുറം ലോകം അറിയുന്നതും ഭവൻ ഇത്തരത്തിൽ മദ്യപിച്ച് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തുകയും താൻ ഈ വിവരങ്ങൾ ഇങ്ങനെ 2 കുട്ടികളെ കുഴിച്ചിട്ടു എന്നുള്ള വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതിൽ ഒന്നാമത്തെ കുട്ടിയുടെ എന്തായാലും ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണല്ലോ. സാധാരണ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു
സംഭവമേ അല്ല. ആ സംഭവം ഉണ്ടായ വീടിന് മുന്നിലാണ് ഗോകുലുള്ളത്. നാട്ടുകാരാകെ അവിടെ തരിച്ചു നിൽക്കുകയാണ്, ഞെട്ടി നിൽക്കുന്നതാണ്. ഈ ആളുകളുടെ പ്രതികരണത്തിലൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ തന്നെ അവരുടെ ആ പേടിയും ഭയവും ഒക്കെ ഉണ്ട്. ഈ കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് സമീപവാസികൾ എന്തെങ്കിലും ഇപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ പോലും എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ കൂടുതലായി ഇതോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന തരത്തിൽ പോലീസുമായി പങ്കുവയ്ക്കുന്നുണ്ടോ? ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ വിവരങ്ങളോ പുറത്തു വരുന്നുണ്ടോ? നമ്മൾ ഈ വീടിൻ്റെ പല ഭാഗങ്ങളാണ് കാണിക്കുന്നത്. ഇവിടെ പോലീസ് ഏതെങ്കിലും സ്ഥലം ഇത്തരത്തിൽ കുഴിച്ചിട്ടായി സംശയിക്കുന്ന സ്ഥലം മാറ്റുകയോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. കാരണം ഇവിടെയാണ് ആദ്യ കൊലപാതകം നടന്ന 2021 ഇവിടെയാണ് ആദ്യ കുഞ്ഞിനെ സംസ്കരിച്ചത്. അതിനുശേഷം ഏകദേശം ഒരു 8 മാസം കഴിഞ്ഞതിന് ശേഷം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ മാറി അത് ഭവന് നൽകുകയാണ് ഉണ്ടായതെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള മൊഴി. സമീപവാസിയുടെ പ്രതികരണങ്ങൾ പലരും നമ്മൾ നേരത്തെ നൽകി. അവരെല്ലാം തന്നെ പറഞ്ഞത് തങ്ങൾക്ക് ഈ വീട്ടുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ പറമ്പിൻ്റെ അല്ലെങ്കിൽ ഈ വീടിൻ്റെ പരിസരം നോക്കുമ്പോഴൊന്നും എവിടെയും പോലീസ് ആ രീതിയിൽ കുഴിച്ചിട്ട സ്ഥലമെന്ന് സംശയിക്കുന്ന സ്ഥലമൊന്നും സീൽ ചെയ്യുകയോ മറ്റോ ചെയ്തതായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരുപക്ഷെ അത് അല്പസമയത്തിനുള്ളിൽ തന്നെ പുതുക്കാട് പോലീസ് എത്തുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ തൊട്ട അയൽവാസി നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് ഇവരുമായിട്ട് വല്ല അടുപ്പമുണ്ടോ ഈ ചേച്ചി? ഇവരുമായിട്ട് അനീഷയായിട്ട് ഒരടുപ്പില്ല. ഇപ്പോൾ എന്നല്ല, അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ ഒരടുപ്പില്ല. അവർക്ക് ആരായിട്ടും ഒരടുപ്പില്ല. ഇവര് നാട്ടിലൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു, എന്തോ കുഴിച്ചിടുന്നത് കണ്ടു എന്നോ, അങ്ങനെ അതെന്താ സംഭവം? അത് എന്തോ അന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, അവിടെ ഒരു കുഴി കുത്തുന്നുണ്ടായി. അപ്പോൾ ഞാൻ കോഴിയോട് കുക്കണ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പോയി. അത് ഇവള് തന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതാണ്. പരാതി കൊടുത്തു. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു ഇവള് കണ്ടോളം നടക്കുന്നു, ഞാൻ അനാവശ്യമായി നടക്കുന്നു, ഞാൻ തൊഴിലുറപ്പ് കൂലി പറഞ്ഞെന്നും പറഞ്ഞ് കണ്ടിരുന്നോ? കുഴി കുഴിക്കണേ ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് ബക്കറ്റിലൊരു എന്തോ കൊണ്ടുവന്നു. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ടായി. ഈ കുഴി കുഴിച്ചപ്പോൾ ഞാൻ കോഴികളുടെ കൊക്കിൽ കേട്ടപ്പോൾ വല്ല പാമ്പാണെന്ന് വെച്ചിട്ട് കുറച്ച് കോഴികളുണ്ടായി. അപ്പോൾ ഞാൻ ഇവർക്ക് തീറ്റിട്ട് കൊടുത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ അവിടെ നിന്ന് പോയി വരുമ്പോൾ എന്നെ കണ്ടു. അപ്പോൾ ഈ കൈക്കോട്ട് ഈ കുഴി മൂടി കഴിഞ്ഞിട്ട് കൈക്കോട്ടും ബക്കറ്റും കൊണ്ട് തെക്കേപ്പുറത്തേക്ക് പോയി. 2021 കൊല്ലമൊന്നും എനിക്കറിയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. കാരണം പോലീസ് പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ ഞാൻ പറഞ്ഞെന്ന് പറയുകയാണെങ്കിൽ അവരെ തെളിവ് സഹിതം സാറ് കൊണ്ടുവരാൻ പറയാം അവരോട്. അതെന്താ ചെയ്യാത്ത സാറ്? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിപ്പിച്ച് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക. അവള് പറഞ്ഞു ഞാൻ കൊച്ചിനെ കൊന്ന് കുഴിച്ചിട്ട് ഞാൻ പറഞ്ഞു നടക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല. ഇവളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കണത്. ഇവള് എന്തിട്ടാ കുഴിച്ചിട്ടേന്ന് എനിക്കറിയില്ല. കുഴി കൊത്തണ ഞാൻ കണ്ടു, എൻ്റെ വളപ്പിൻ്റെ തൊട്ടാണ് ഞാൻ കണ്ടു. ഇല്ല, അത് അന്ന് അവർ പരിശോധിച്ചെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അപ്പം എന്നോട് എന്തിട്ടാ പറഞ്ഞതെന്നറിയോ? ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ ചേച്ചി, നിങ്ങൾ ഇതിനെപ്പറ്റി വിട്ട് ഇനി ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവട്ടെ. അതിനുശേഷം ഞങ്ങൾ ഉമ്മർത്തുനിന്ന് ഇറങ്ങി വരണ അവരുടെ ഉമ്മർത്ത് അവരെപ്പോഴും അവിടെ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഒരു സാരി മറച്ചു കിട്ടി അവരുടെ മുഖം കാണണ്ടെന്ന് വെച്ചിട്ട്. അനീഷ പ്രഗ്നന്റ് ആയവരെ നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ? ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. വീട്ടില് പിന്നെ അവളുടെ വീട്ടില് അവൾക്കറിയാണ്ട അമ്മയ്ക്ക് മോനൊക്കെ അറിയാം. അത് ഇവര് അറിഞ്ഞില്ല എന്ന് ഭാവിക്കുന്നു. ഇപ്പോഴും പറയുന്നു ഈ ഒരു കുഞ്ഞു വീട്ടിൽ എന്തുണ്ടായാലും അമ്മയ്ക്ക് അറിയാണ്ടിരിക്കുക. ഒന്നും അന്വേഷിച്ചില്ല. ഞാൻ ചോദിച്ചു, പറഞ്ഞു എന്നാ നിങ്ങള് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ ആളെ കൊണ്ടുവന്നാലല്ലേ തെളിവാവുള്ള. ഈ നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങള് എന്നോട് അവരുടെ ഒരു വല്യമ്മയുണ്ട് അവിടെ ആ വല്യമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ വല്യമ്മേനെ ഞാൻ കാണാറുമില്ല, ഞാൻ ഒരാളോടൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഈ അമ്മ തന്നെയാണ് സംഘത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് പുറത്തായിട്ട് 2-3 മാസമായി ഇവരെ സംഘത്തിൽ എന്ന് പറഞ്ഞത്. എന്നിട്ടാണ് ഇത് പാട്ടായത് തൊഴിലുറപ്പിൽ. എന്നിട്ട് പേരെൻ്റെയും വെച്ചു. ഞാനിത് എന്നെ അറിയാത്ത കാര്യം അതിന് ദൈവം കാണിച്ചു. മാനസിക പ്രയാസങ്ങൾ ചേച്ചിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല? എനിക്ക് നല്ല പ്രയാസം ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഒരാളോടടുത്ത് പറഞ്ഞിട്ടുമില്ല. ഞാൻ പെൺകുട്ടികളുടെ കാര്യം, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. 2 അന്തസ്സായിട്ട് തന്നെ ഇതേപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ കല്യാണം കഴിഞ്ഞത്. 1 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. ഇല്ല, അയാള് മരിച്ചതിന് ശേഷം അത് പെരക്കി ഞങ്ങൾ കുഴിച്ചിട്ട് കണ്ടത് എവിടെയായിരുന്നു? കുഴിക്കാൻ കുഴി കുത്തിയത് ഇതിന്റെ തെക്കേ ഭാഗത്താണ്.
ഞങ്ങളുടെ കോഴിക്കോടിന്റെ അപ്പുറത്ത്. ഈ കോഴിക്കോടിന്റെ അപ്പുറത്ത് അവരുടെ വളപ്പില്. പിന്നീട് പോലീസ് ഇന്ന് എന്തെങ്കിലും അത് സീൽ ചെയ്യോ ചെയ്തിട്ടുണ്ടോ? അതൊന്നൊക്കെ അറിയില്ല, കണ്ടിട്ടില്ല. അനീഷ എപ്പോഴാ പിടിച്ചുകൊണ്ട് പോയത്, എപ്പോഴാ അറിഞ്ഞോ നിങ്ങൾ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ന്യൂസിൽ കണ്ടപ്പോഴാണ് എന്നോട് ഇങ്ങനെ വിളിച്ച് ഓരോരുത്തർ ചോദിച്ചു അവിടെ വല്ല വിശേഷം ഉണ്ടോ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല, ഇവിടെ ഇരുന്ന് എന്നിട്ട് കാണാൻ പറ്റുക, ഫ്രണ്ടിലുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. പിന്നെ ഈ കഥ ഇങ്ങനെ മറച്ച കാരണം ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല സാർ. ഏതായാലും ഇവിടെ ഈ പറമ്പിൽ ഇതിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് അനീഷ ഇങ്ങനെ കുഴി കുത്തുന്നതായി ചേച്ചി കണ്ടത്. പിന്നീട് ആ ചേച്ചി അന്ന് തന്നെ ഇത് പറഞ്ഞു. അനീഷയുടെ സഹോദരി അനീഷ ഈ ചേച്ചിക്കെതിരെ അന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസ് വിളിച്ചു വരുത്തുകയും ഇത്തരത്തിൽ അപവാദം പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞ് താക്കീത് ചെയ്ത് വിടുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീടാണ് കാണുന്നുണ്ട്. ഇപ്പോൾ ഗൗരവമുള്ളൊരു വെളിപ്പെടുത്തലല്ലേ ഈ വരുന്നത്. കാരണം അവിടെ ഒരു കുഞ്ഞിനെ കൊന്നു അല്ലെങ്കിൽ കൊലപാതകം നടന്നു എന്ന നിലയിലുള്ള വിവരം പോലീസിന് അറിയാമായിരുന്നു. അത് പരാതിയായി വന്നതാണ്. എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന ചോദ്യം ഉൾപ്പെടെയല്ലേ ഇപ്പോൾ ഉയരുന്നത്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഇങ്ങനെ ഒരു പരാതി നാട്ടിൽ സ്വാഭാവികമായ ഇത്തരത്തിൽ സംസാരം ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിൽ റൂമറുകൾ ഉണ്ടാകുമ്പോൾ ചിലതൊക്കെ അടിസ്ഥാനരഹിതമായിരിക്കും, ചിലതൊക്കെ അല്ലായിരിക്കും. പക്ഷേ ഏതായാലും അതിൽ ഒരു കാമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സാധാരണ പോലീസിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അത്തരത്തിലുള്ളൊരു ഉത്തരവാദിത്തം ഇവിടെ നിറവേറ്റിയില്ല എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം അന്ന് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഒന്ന് പരിശോധിച്ചാൽ അതിൽ കൃത്യമായുള്ളൊരു കാര്യങ്ങൾ കിട്ടിയാൽ ഒരു പക്ഷേ അത് അന്ന് പോലീസ് ഇത് ഒരു അപവാദ പ്രചരണം എന്നുള്ള രീതിയിൽ വിട്ടുകളഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി അങ്ങനെ വിട്ടുകളയാം, പക്ഷേ അതിലൊരു പ്രാഥമികമായ പരിശോധന നടത്തേണ്ടതായിരുന്നു. അത്തരത്തിലൊരു പരിശോധന അവിടെ നടത്തിയില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഇന്നത്തെ സംഭവം ഇപ്പോൾ പുതുക്കാട് പോലീസിൻ്റെ ഒരു വിഷയം പറയുകയാണെങ്കിൽ രാത്രി 12 മണിക്കാണ് ഈ കാര്യം വന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത്. അപ്പോൾ തന്നെ അവർ പ്രാഥമികമായി അത് പരിശോധിക്കുകയും കൂടുതൽ നടപടി എടുക്കുകയും ചെയ്തു. അത്തരത്തിലൊരു നടപടി അന്ന് 2021 എടുത്തിരുന്നെങ്കിൽ ഈ സംഭവം അന്ന് തന്നെ ഒരു പക്ഷേ പുറം ലോകം അറിഞ്ഞേനെ എന്ന് പറയേണ്ടി വരും. അതൊരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്. കാരണം വെള്ളിക്കുളങ്ങര പോലീസിൽ ഈ കാര്യങ്ങൾ നേരത്തെ പ്രതികരണം തേടിയ നാട്ടുകാരൊക്കെ അവര് ഒരു അല്പം ഈ നമുക്കറിയാലോ ഇങ്ങനത്തെ ഒരു ഇഷ്യൂയിൽ ചെന്ന് ചാടണ്ടായെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ കാര്യങ്ങൾ അറിയുന്നില്ല, തങ്ങൾ അറിഞ്ഞില്ല. പക്ഷേ അയലക്കാരി ചേച്ചി പറഞ്ഞു ഇത് നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു. ഒപ്പം തന്നെ ഒരു കുഞ്ഞിനെ കൊന്നു കുഴിച്ചു, അല്ലെങ്കിൽ കൊന്നോ അല്ലെങ്കിൽ മരിച്ചോ എന്തോ ആകട്ടെ, പക്ഷേ കുഴിച്ചു മൂടി കുഞ്ഞിനെ കുഴിച്ചു മൂടി എന്നൊരു പരാതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ആ കാര്യം പരിശോധന ആ നാട്ടിലെ ജനപ്രതിനിധികളൊക്കെ ഉണ്ടാവില്ലേ, പ്രവർത്തകരൊക്കെ ഇല്ലേ. ഗോകുൽ നൽകുന്ന വിവരം അനുസരിച്ച് ഇതുവരെയും പോലീസ് അവിടെ സ്ഥലമൊന്നും മാർക്ക് ചെയ്തിട്ടില്ല, പരിശോധിച്ചിട്ടില്ല. അത് എന്താ അപ്പോൾ വലിയൊരു വീഴ്ചയാണ്. അതുമാണ് വീണ്ടും ഒരു കുഞ്ഞിന്റെ മരണമൊക്കെ സംഭവിക്കാൻ ഇടയാക്കിയത്. തീർച്ചയായും നമ്മൾ ഈ രണ്ടാമത്തെ വിഷയം ഇപ്പോൾ രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു വിഷയം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ പറയുന്നത് ഇതിൽ പ്രധാന തെളിവുകൾ ഉള്ളത് മറ്റ് വീട്ടിലാണ്, ആമ്പല്ലൂരിലെ വീട്ടിലാണ്. അവിടെ പോലീസ് ഇത്തരത്തിൽ സീൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് മൃതദേഹം ഏകദേശം ഒരു 8 മാസത്തിനുള്ളിൽ മാറ്റി ഇനി ഇവിടെയുള്ള നടപടിക്രമം അല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവ് ശേഖരിക്കേണ്ടത് ഇവിടെ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ഈ തെളിവുകൾ പ്രധാനമായും ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ എല്ലുകൾ സ്വാഭാവികമായും ശേഖരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ അത് കുഴിച്ചിട്ടോ എന്നുള്ളത് കൂടി തെളിയിക്കേണ്ടത് ഒരു ബാധ്യത പോലീസിന് മുന്നിൽ വരും. കാരണം എങ്കിൽ മാത്രമേ പോലീസ് പറയുന്നത് പൂർണ്ണമായും ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഈ സ്ഥലം കണ്ടെത്തുക എന്നുള്ളത്. ഒരുപക്ഷെ പോലീസിന് അത് പൂർണ്ണമായും എവിടെയാണെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം, അത് നമ്മളോട് പങ്കുവയ്ക്കാത്തതായിരിക്കാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ പോലീസ് അത് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഏതാണ് സ്ഥലമെന്ന് പരിശോധിക്കുകയായിരിക്കാം. ഏതായാലും ഒരുപക്ഷെ സ്വാഭാവികമായും ചിലപ്പോൾ ഇന്നലെ തന്നെ വന്ന് അനീഷയെ വീട്ടിൽ വെച്ചാണ് നേരത്തെ സംസാരിച്ച നാട്ടുകാരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോയ ശേഷം ഗൂഗിളിലേക്ക് വരാം. പറയുന്ന ഒരു സാധനം നാട്ടുകാർ ചിലർ ഈ കുഴിച്ചിടുന്ന കണ്ടെന്നുള്ളതാണ്. അത് അങ്ങനെ ആരെങ്കിലും കണ്ടത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇനി കണ്ട ആൾക്കാരുണ്ടെന്നുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല, നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു ഒരു പരാതിയൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു, വന്നിരുന്നു. മുന്നൊക്കെ അങ്ങനെ ഒരു സംസാര വിഷയം ഉണ്ടായിരുന്നു. 21 അത് ഇപ്പൊ എന്താന്ന് നമുക്കറിയില്ല. 2021 ഉണ്ടായത്. അന്ന് എന്താണ് പറഞ്ഞു കേട്ടിരുന്നത്? അതല്ല, ആ ചേച്ചി പറഞ്ഞ ഒരു ഗർഭിണിയാണ്, പെണ്ണ് ഗർഭിണിയാണെന്നാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അവർ കുഴിച്ചത് കണ്ടു. അത് നമ്മൾ എത്ര വലിയ നമ്മുടെ വീട് അപ്പുറത്താണെങ്കിലും നമ്മൾ ഇവരായിട്ടൊരു ഇതില്ല. അന്ന് എന്നിട്ട് അത് പോലീസ് കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ പരാതി ഉണ്ടായിരുന്നു? ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ ചേച്ചിനെ വലിയ വളരെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു. ഈ പറഞ്ഞ കേസ് ചേച്ചി
തൃശ്ശൂർ പുതുക്കാടാണ് നാടിനെ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. 2 കുട്ടികളുടെ മരണം, 2 നവജാത ശിശുക്കൾ മരിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. അസ്ഥികളുമായ ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അതിന് പിന്നാലെയാണ് നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ നാട്ടിലെല്ലാവർക്കും 2021 ആദ്യ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങൾ അറിയാമായിരുന്നു. ആ സ്ത്രീ ഗർഭിണിയായിരുന്നു, അല്ലെങ്കിൽ പരാതികൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ കുഴിച്ചിടതായി കണ്ടു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളതാണ്. പക്ഷേ പോലീസ് അതിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ആ പ്രതികരണങ്ങളൊക്കെ, അവിടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ എന്ന് മനസ്സിലാകും. ഗോകുൽ VS ആണ് തത്സമയ വിവരങ്ങൾ ആ സംഭവ സ്ഥലത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്.